ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. 1 കപ്പ് മൈദ എടുക്കുക. ആദ്യം തന്നെ ടിൻ ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് ബട്ടർ പേപ്പർ സൺഫ്ലവർ ഓയിലും വെച്ചിട്ട്. 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂണും ആഡ് ചെയ്തിട്ട് ഇതെല്ലാം സീവ് ചെയ്തെടുക്കണം 3 വട്ടം. എന്നിട്ട് നമ്മളൊരു 3 എഗ്സ് എടുത്തിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. അതായത് നല്ല രീതിയിൽ അത് പതഞ്ഞ് വരുന്നിടം വരെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ സമയത്താണ് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഓവൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പതപ്പിച്ച മുട്ടയിലേക്ക് നമ്മൾ വാനില എസൻസ് 1 ടീസ്പൂൺ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിരുന്നു, അതും പതിയെ ആഡ് ചെയ്യണം. പൊടിച്ച പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ 8 ടേബിൾ സ്പൂൺ, അതായത് 1/2 കപ്പ് ഓഫ് ചെറു ചൂടുള്ള പാൽ, അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യുന്നത്. എല്ലാ ഫ്ലോറും മിക്സ് ആവുകയും വേണം. ഇങ്ങനെ കെട്ടി കിടക്കാനൊന്നും പാടില്ല. പതിയെ മിക്സ് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് 30 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സ്പഞ്ച് റെഡിയായി. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ വൈറ്റ് ചോക്ലേറ്റും മിൽക്കും വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുക. സ്റ്റിഫാവുന്നത് വരെ ബീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ബേസ് ഉണ്ടല്ലോ, ആ ബേസ് ആ ഒരു ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് നമ്മളുടെ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ലെയേഴ്സിൽ ഫസ്റ്റ് ലെയർ വെക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർക്കുക. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഗ്രേറ്റ് ചെയ്തേക്കുന്ന വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുക. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്കൊരു 15 മിനിറ്റ് വെച്ചേക്കുക. അതിനുശേഷം മാത്രം എടുത്തിട്ട് ബാക്കി ഫുള്ളായിട്ട് കവർ ചെയ്യുക. നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാനെടുത്ത ഷുഗർ സിറപ്പിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 കപ്പ് വാട്ടർ ആണെങ്കിൽ 1/2 കപ്പ് ഓഫ് ഷുഗറാണ് എടുത്തത്. കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.